എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാൾ എന്ന മനോഹരമായ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് വെളുപ്പിനെ 4 മണിയായപ്പം ഇന്നലെ നേപ്പാളിൽ എത്തിയതാണ്, കാഠ്മണ്ഡുവിൽ എത്തിയതാണ്. ലോഡൊക്കെ ഇറക്കി ഇന്നലെ നമ്മൾ റെസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ നമ്മൾ ഇനി കാഠ്മണ്ഡു ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ബീച്ചേട്ടൻ്റെ അനുചേച്ചിയുടെയും വീട്ടിലാണ്. അപ്പോൾ ഇന്ന് അവരുടെ വണ്ടിക്കാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ഫാമിലി മെമ്പറായ ഉണ്ണിച്ചേട്ടനും മോനും ഉണ്ട്. അപ്പോൾ അവരും വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഇപ്പോൾ നേപ്പാളിൽ സമ്മർ ടൈമാണ്, അങ്ങനെയല്ല ഇപ്പോഴാണ് മഴയുടെ സമയം. ഇത് നല്ല മഴക്കാറുണ്ട് ഇല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ ചുറ്റിനും മലകൾ കാണാനാണ് നമുക്ക്. പക്ഷേ മഴ ആയതുകൊണ്ട് മൊത്തം മൂടല. ഇവിടെ രാത്രിയിൽ ഒരു 13-14 ആയിരുന്നു ടെമ്പറേച്ചർ. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് കിടന്നുറങ്ങാനും നല്ല സുഖമായിരുന്നു. അതല്ല, ഇവിടെ ഒന്നും ഒറ്റ വീടുകളിലും ഫാനൊന്നുമില്ല. ഇവിടെ വർഷം മുഴുവൻ ഇവിടെ നല്ല തണുപ്പാണ്. നമ്മൾ ഒരുപാട് മലകൾ കയറിയാണ് കാഠ്മണ്ഡുവിൽ എത്തിയത്. അതുപോലെ തന്നെ കാഠ്മണ്ഡു സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 4600 അടി ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ പുത്തേട്ടാണല്ലോ എൻ്റെ കാഠ്മണ്ഡുവിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറും ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഉണ്ണിച്ചേട്ടനൊക്കെ റെഡി ആയിട്ട് നിൽക്കാം. ഉണ്ണിച്ചേട്ടൻ പോയേക്കാന്നാ? അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളെന്നാ പോയിട്ട് വരാം. VIP ഏരിയയാണ് കൂടുതൽ. ഈ എംബസി, പിന്നെ കോൺസുലർ സെക്ഷൻ, അവരുടെയൊക്കെ യൂണിസെഫ്, പിന്നെ UN ഒക്കെ ആൾക്കാരുടെയൊക്കെ കൂടുതലും അവരൊക്കെ താമസിക്കുന്ന ഏരിയയൊക്കെയാണ്. ലളിത്പൂർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റാണ് ഇവിടുത്തെ. കാരണം കാഠ്മണ്ഡു നമ്മുടെ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നല്ലോ, അതിനപ്പുറത്ത് കാഠ്മണ്ഡു ആണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വേറൊരു ഭക്തപൂർ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലേക്കാണ്. അതാണ്. ഡിസ്ട്രിക്റ്റ് ഒക്കെ കുറച്ച് ദൂരം ഉള്ളല്ലേ? അല്ല, ഒരു ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒക്കെ ഏകദേശമായിട്ട് കൂട്ടിയാൽ മതി. ഈ കാണുന്ന ഒരു സരസ്വതി മന്ദിറാണ്. നേപ്പാളിനെ മൊത്തം 7 പ്രവിശ്യകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ബാഗ്മതി പ്രവിശ്യയിലാണ്. ക്യാപിറ്റലായ കാഠ്മണ്ഡു ബാഗ്മതി പ്രവിശ്യയിലാണ് വരുന്നത്. രാവിലെ ചെറിയ മഴയൊക്കെ തുടങ്ങി. നമ്മളിന്ന് കറങ്ങാൻ പോകുന്നത് ഞാൻ, ചേട്ടായി, മുത്ത്, ഉണ്ണിച്ചേട്ടൻ, പിന്നെ മോൻ്റെ പേരായിരുന്നു ഉമേഷ്, പിന്നെ നമ്മുടെ ഇന്നത്തെ സാരഥി വിക്രം. അതെ, ലളിത്പൂരിന് പാട്ടൻ എന്നും പറയും. ഇത് രണ്ടും ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ വന്നില്ല, ഇത് സാത്തോ പാട്ടോ എന്ന് പറയും ഈ ഏരിയ. Just we are the out of Patan. This ring road. It all covering by this ring road is main highway. കാഠ്മണ്ഡുവിന് ചുറ്റും ഒരു റിംഗ് റോഡ് ഉണ്ട്. ആ റിംഗ് റോഡ് വഴിയാണ് നമ്മൾ ഇന്നലെ വന്ന ലോഡ് ഇറക്കിയത്. അപ്പോൾ നമ്മൾ റിംഗ് റോഡിലേക്കാണ് ഇനി കയറാൻ പോകുന്നത്. ഇതാ മെയിൻ ഹൈവേ. ഇതൊക്കെ ഒരു 30 വർഷത്തിന് മുമ്പ് ഒരു 2 ലൈനായിട്ടുള്ള റോഡായിരുന്നു. അതാണിപ്പോൾ This main ring road covering by the Kathmandu. This 3 city covering by this ring road. Inside every city there is a Kathmandu, Bhaktapur, Lalitpur, and they all covering by the ring road. ആ കത്തി കിടക്കുന്ന വണ്ടി ജൻസി പ്രക്ഷോഭത്തിൽ കത്തിച്ച വണ്ടിയാണ്. അത് ഫ്ലൈറ്റ് പോകുന്നു. ഇവിടെ അടുത്ത എയർപോർട്ട് അടുത്ത് തന്നെ, നമ്മൾ കാഠ്മണ്ഡുവിലല്ലേ. ഇപ്പം കാഠ്മണ്ഡു, ലളിത്പൂർ, ഭക്തപൂർ ഈ 3 ഡിസ്ട്രിക്റ്റിൽ ചുറ്റി കിടക്കുന്ന വഴിയാണ് ഈ ഔട്ടർ റിംഗ് റോഡ്. ഈ കാണുന്നതാണ് പിന്നെ കൊട്ടേശ്വർ. So now we are entering the Bhaktapur area district. ലളിത്പൂർ ഏരിയയിൽ നിന്ന് നമ്മൾ ഭക്തപൂർ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തി. This is the main runway to the airport. International airport. ഓ, ഇതിനപ്പുറം എയർപോർട്ട് കേട്ടോ. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടായത്. നേരത്തെ കിങ്ങിന്റെ പേരിൽ അറിയപ്പെടുന്ന, രാജാവിന്റെ പേരിൽ. നമ്മൾ 2-3 വർഷം മുന്നേ വന്നതിനേക്കാട്ടിലും ഇച്ചിരി ഡെവലപ്പ് ആയിട്ടുണ്ട് ഇവിടെ ഒക്കെ. മനോഹര ബ്രിഡ്ജ്. അപ്പോൾ ഇത് മനോഹര റിവറാണ്, അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത്. Divide the Bhaktapur area. ഓ, ലളിത്പൂരിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഈ നദിയാ മനോഹര നദി. ഭക്തപൂരിലെ ഡിസ്ട്രിക്റ്റിലേക്ക് കയറി. ഇവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. ഭക്തപൂരിലെ ഗണ്ടാർ എന്ന് പറഞ്ഞ സ്ഥലമായത്. ആമാ ഭൂബാക്കോ ആശീർവാദ്. ഇത് ഹിന്ദിയിലല്ലേ ഇവിടെ എഴുതുന്നത്? ലിപി നേപ്പാളിയിലെ ലിപിയിലെ ഹിന്ദിയിലാണ് ഉള്ളത് അല്ലേ? ഹിന്ദി സെയിം. ഹിന്ദി സെയിമാ. അതിന്റെ അർത്ഥം വ്യത്യാസം ഉണ്ടായിരിക്കും. ആമാ ബുബാക്കോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും അച്ഛന്റെയും ആശീർവാദം, അനുഗ്രഹം. അമ്മയുടെയും അച്ഛന്റെയും ആശീർവാദം. ആമ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് തന്നെ അല്ലേ? ബുബ എന്ന് പറഞ്ഞാൽ പിതാവ്. രാഷ്ട്രീയ ക്ഷയരോഗ നിർമ്മാർജ്ജന കേന്ദ്ര, നിർണയ കേന്ദ്ര. ഇത് ഭക്തപൂരിലെ തിമി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കാഠ്മണ്ഡുവിനെ ചൈന ബോർഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ്. അപ്പോൾ ആ ഹൈവേയുടെ ബോർഡറിന്റെ പേരാണ് കോഡാരി. ഓ, ഇത് മെയിൻ ആയിട്ടുള്ള ട്രേഡ് റൂട്ട് കേട്ടോ. മിക്കപ്പോഴും അവിടെ നിന്ന് സാധനങ്ങൾ വരുന്നതും അല്ല ഈ വഴിക്കാ.
Now this time we'll see the little bit here. The road is making same like this. The highway. Okay. Straight to the China. ഓക്കെ ഇത് ഉണ്ടല്ലോ 2 ലൈനാണ്, ഡബിൾ ലൈനാണ്, പക്ഷെ ഇപ്പോൾ ഇതുപോലെ തന്നെ വലിയ വഴി ആക്കുന്നുണ്ട്. ചൈന ബോർഡർ വരെ. ആ Yeah. These all side are the China. അപ്പോഴത്തെ സൈഡിലോട്ട് മൊത്തം All ചൈനയാണ്. the China. ഈ സ്ഥലത്തിൻ്റെ പേര് ജനനഗർ. വെൽക്കം ടു ഭക്തപൂർ മുനിസിപ്പാലിറ്റി. അപ്പം നമ്മളിപ്പോൾ പോകുന്ന ടൗൺ ഏരിയ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് Old town is there. പഴയ ടൗണും അതുപോലെ തന്നെ വില്ലേജ് ഏരിയ എല്ലാം ലെഫ്റ്റ് സൈഡ് ഏരിയയിലോട്ട് ഈ ഭക്തപൂറിൻ്റെ ഹെറിറ്റേജ് ഏരിയകളെല്ലാം. എന്ത് പൊടിയൊന്നുണ്ടോ? അതാ പണി നടക്കല്ലേ, അതല്ലേ. നോക്കിക്കോളൂ കേട്ടോ, ഇതാണ് സൂര്യവിനായക്. Ganesh. ആ ഇവിടെ ഗണേശ് മന്ദിർ ഉണ്ടോ? Ganesh Mandir, yeah. ഇവിടുന്ന് അങ്ങോട്ട് പണി നടക്കുന്നേ ഉള്ളൂ റോഡിന്റെ. ചെറിയ വഴിയായിരുന്നു, ഇപ്പോൾ അത് വലുതാക്കി പണിയാ. ഇവിടുത്തെ ഈ മണ്ണ് തീർത്ത് പൗഡർ പോലത്തെ മണ്ണ്, അതുകൊണ്ടാണ് ഇതുപോലെ പൊടി. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം കൂടുതൽ ഈ ചുടുകട്ടയും കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നല്ലേ. ആ കാണുന്ന ഒരു ചുടുകട്ട ചൂള. അതിൻ്റെ അക്കരെ കാണുന്ന എല്ലാം വില്ലേജ് ഏരിയ. ആ കാണുന്ന ഒരു നേഴ്സറി കേട്ടോ. മുമ്പേ നമ്മൾ പറഞ്ഞ ഹൈവേ തന്നെയാണ്, അത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വീതിയൊക്കെ കുറഞ്ഞു. ചുറ്റിനും മലനിരകളാണ്. അപ്പം നമ്മൾ ആ നിരപ്പ് സ്ഥലമൊക്കെ കഴിഞ്ഞ് ചെറിയ മല കയറുക. അല്ലേ, ആ കാണുന്ന ഒരു തൂക്കുപാലമാണ്, ഹാങ്ങിങ് ബ്രിഡ്ജ്. തൂക്കുപാലത്തെ കൂടെ കയറി നമുക്ക് അങ്ങോട്ട് പോകാം. ഒന്നേ അങ്ങോട്ട് വണ്ടിക്ക് പോയിട്ട് ഒന്നേ തിരിച്ച് തൂക്കുപാലത്തെ കൂടെ വരാം. നമ്മൾ പറഞ്ഞ ഹൈവേ ഇപ്പം ഇവിടുന്ന് ഇതാ അവസ്ഥ, പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചൈന ബോർഡറിലേക്ക് ചെല്ലുമ്പോൾ വഴിയൊന്നും കാണുകയില്ലായിരിക്കുമല്ലോ. ഇതുപോലുള്ള വഴികളുള്ളതുകൊണ്ടാ നിങ്ങൾ ചെക്ക് പോസ്റ്റിലൊക്കെ അവർ ചോദിച്ചേ ഇതിലൊക്കെ വണ്ടി ഓടിക്കുമോ എന്നൊക്കെ ചോദിച്ചത്. ഇപ്പോൾ നമ്മളൊരു വില്ലേജിനകത്തൂടെ പോകുന്നു. Sangha village, it's called Sangha village. സാങ്ക വില്ലേജ്. Small village, Sangha town. ചെറിയൊരു വില്ലേജാണ്. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊരു സ്കൂളുണ്ടെന്ന് തോന്നുന്നു, കുട്ടികളൊക്കെ വരുന്നു. This now 10 to 15 days, after 10 to 15 days, this Nepal New Year is coming. So all the schools, this is the final exam now this month. After that New Year, this is called the Baisakh. Then all new season, they go to the school. This new admission, everything is happening now. After that one, and now this time is Nepal, so many festivals is coming. നമ്മള് കുറച്ചുകൂടെ നേരത്തെ വരണ്ടായിരുന്നു. ഇത് 10-15 ദിവസത്തോടെ കഴിയുമ്പോൾ ഇവിടെ ന്യൂ ഇയറും കുറെ ഫെസ്റ്റിവലും ടൈമുകളായി. നേരത്തെ താമസിച്ചു വരുന്നായിരുന്നു. അത് ഇവ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വിഷു ഇല്ലേ, മലയാള മാസം പോലെ. പക്ഷെ ഇവിടെ ബൈശാഖ് എന്ന് പറയുന്നത്, ബൈശാഖാണ് പിന്നെ ന്യൂ ഇയർ വരുന്നത്. നമ്മുടെ വിഷു മേടമാസം ഒന്നാണ്. അത് ചില വർഷങ്ങളിൽ അത് ഒരു ദിവസം മുമ്പോട്ടോ പുറകോട്ടോ വരും. നമ്മുടെ അവിടെ ആയിട്ടുള്ള, നമ്മുടെ അവിടെയും കുറെ നാളായിട്ട് വിഷു അങ്ങനല്ലേ. അപ്പം ഇത് സാങ്കേലെ കൈലാസനാഥ് മഹാദേവ ടെമ്പിൾ എന്ന് വെച്ചാൽ ശിവൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു വലിയ സ്റ്റാച്ചു അത്. പിന്നെ ചെറിയൊരു അമ്പലമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് സിറ്റി വ്യൂ കാണാം. പക്ഷെ ഇന്നിപ്പം നമുക്ക് മൂടലായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടോട്ട് എൻട്രി ഫീ വരുന്നത് 100 രൂപ, നേപ്പാളി റുപ്പി 100 രൂപ. ഇത് നേപ്പാളിലെ ഏറ്റവും വലിയ ശിവൻ്റെ സ്റ്റാച്ചു ആണ്. ഇത് ഭക്തപൂരിലെ സാങ്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഭാരതത്തിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെ സൂചിപ്പിക്കുന്നതിനായിട്ട് 12 ശിവലിംഗങ്ങൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ഇതിൻ്റെ പേരും ഉണ്ട് ഇവിടെ. ഈ സ്റ്റാച്ചുവിന് 143 അടി ഉയരമുണ്ട്. ഇവിടെ നന്ദിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതുപോലെ തന്നെ ഇത് 2011 നിർമ്മിച്ചത്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാർവതി ദേവിയുടെയും മുരുകൻ്റെയും വിഘ്നേശ്വരൻ്റെ ഒരു സ്റ്റാച്ചുവും കൂടെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി ഒരു റിസോർട്ടുണ്ട്. ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പടപടപടാന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 3-4 എണ്ണമായി. ഇതൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ഇവിടെ വന്നാൽ നമ്മൾ ഭക്തർപൂരും ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം കാണാം. പക്ഷേ ഇന്നിപ്പം നല്ലപോലെ കാണാൻ പറ്റത്തില്ല, അപ്പടി മൂടല. നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ സമയത്തൊക്കെ വരുന്നെങ്കിൽ നല്ല തെളിഞ്ഞ ആകാശമായിരിക്കും. അന്നേരം ആ മലനിരകളൊക്കെ നല്ലപോലെ കാണാം. ഇങ്ങോട്ട് നോക്കിയാൽ മൊത്തം പൂക്കൾ കണ്ടോ, എന്നാ കളറാന്ന് നോക്കി. ഈ തണുപ്പുള്ളതുണ്ടോ ഇവിടെ കളർ, തണുപ്പായതുകൊണ്ട്. ഇനിയിപ്പോൾ പൂക്കളുടെ സമയമാണ്. ഇതുകൊണ്ട് ഇത് പെൻസിൽ കട്ടറ, പല കളറുണ്ട്. ഇതുണ്ട്, ഇതിലോട്ട് നോക്കിയത് ഇതേലും ഒരു പൂക്കളുണ്ടാവും. ഇതുണ്ടോ, ഇപ്പോൾ കണ്ടാൽ കായാന്ന് തോന്നുന്നു. ഇത് വിടരും. ഇനി വിടരുമ്പോൾ അകത്തൊരു ബ്രൗൺ ഷെയ്ഡ് വരും. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതുവഴി ഇറങ്ങിയാൽ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് പോകണ്ടേ. നേപ്പാളിൽ നമ്മൾ എവിടെ വന്നാലും ഇങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ മാലകൾ കാണാം ഇഷ്ടം പോലെ. രുദ്രാക്ഷം, പിന്നെ മറ്റേ എന്താ സാളഗ്രാം, സാളഗ്രാമും ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ കടകളിലും ഉണ്ട് ഇഷ്ടം പോലെ. ഇത് മാങ്ങാടെ ഉണക്കമാങ്ങ കേട്ടോ.
പുളിയുണ്ട്. ഇതെല്ലാം അച്ചാറാണ്. ഇപ്പം ഇത് ലിച്ചിയുടെ അച്ചാർ, പിന്നെ ഇത് അമ്പഴങ്ങ പോലെ ഇരിക്കും, അമ്പഴങ്ങ അല്ല. പിന്നെ ഇത് മാങ്ങായ, പിന്നെ ഇതെല്ലാം അതുപോലെ തന്നെ ഓരോ സാധനങ്ങളാണ്. പിന്നെ നെല്ലിക്കയുടെ ഉണ്ട്. ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും. നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. ഫൂൽ ജാനെ ബാട്ടു, ഫൂലിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി, പാലത്തിലേക്ക് പോകുന്ന വഴി. അതെ, ബാട്ടോ എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. ബാട്ടോ എന്ന് പറഞ്ഞ വഴി. ഫൂൽ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ്. രണ്ട് സൈഡും മുള്ളുവേലിയാണല്ലോ മറ്റേ. പാലത്തിലേക്കുള്ള വഴി. ഇപ്പോഴേ നമ്മളിനിയിപ്പോൾ ഇത് ഈ തൂക്കുപാലത്തെ കൂടെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഈ നേപ്പാളിൽ എനിക്ക് തോന്നുന്നു ഈ തൂക്കുപാലങ്ങളുടെ തന്നെ നാടാണോ എന്ന് സംശയം. അതെ അതെ, ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് ഇഷ്ടം പോലെ തൂക്കുപാലങ്ങളുണ്ട്. ഇവിടുന്നേ കുലുങ്ങാൻ തുടങ്ങി കേട്ടോ. പാലത്തേക്കിലേക്ക് ഇത്രയും ഹൈറ്റിലേക്ക് കയറിയപ്പോഴേ നല്ല തണുപ്പ്, കാറ്റ്. ഇപ്പം നമ്മൾ കയറി വന്ന വഴി നല്ല അടിപൊളിയായിട്ട് കാണാം. ഇതേ എൻ്റെ നമ്മുടെ ഈ പാലത്തിനടിയിൽ കൂടെ വഴി റോഡ് പോകുന്നത്. അങ്ങോട്ടെല്ലാം പണി നടക്കുന്നതുള്ളൂ. അല്ല, അതിലേ വന്നിട്ട് നമ്മൾ അതിലെയാണ് കയറി വന്നത്. അവിടെ ചെന്നിട്ട് ലെഫ്റ്റ് കയറിയാണ് നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിനോട്ട് പോയത്. ക്ഷേത്രമല്ല, സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക്. നല്ല രസമുണ്ടല്ലേ ഈ പാലം? നല്ല സ്ട്രോങ് പാലമാണ് ഇത്. പുതിയ പാലമാണ്, ഒത്തിരി പഴക്കമൊന്നും ഉള്ളതല്ല. നല്ല ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഇങ്ങോട്ട് വരുന്നപ്പോഴത്തേനും പാലം കുലുങ്ങുന്നു. ഇതായിരിക്കില്ലേ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കേളാണല്ലോ, കേളി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തൂക്കുപാലത്തെ കയറാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് നടുക്കോട്ട് വന്നപ്പോൾ കണ്ടു നല്ല കുലുക്കുണ്ട് കേട്ടോ. ഇപ്പോൾ 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത്. 300 മീറ്റർ കാണുമോ? 400 മീറ്റർ കാണുമായിരിക്കും. നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നല്ല പാലം അല്ലേ? നല്ല പാലമാണ്, സ്ട്രോങ് പാലം കേട്ടോ. അതെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ നടക്കുന്ന ഡിസ്റ്റൻസ് അറിയത്തില്ല. രസമുണ്ട്. പാലത്തിൻ്റെ ചുവട് ഇവിടെ അതുകൊണ്ടോ കടക്കകത്ത റോപ്പ് അടിയിലേക്കാണ്. റോപ്പ് കണ്ടോ? എന്നാ വണ്ണമുള്ള റോപ്പ് ഇട്ടേക്കുന്നുണ്ട്. സ്ട്രോങ് പാലമാണ് ഈ പാലത്തിൻ്റെ. ഇതുണ്ടോ, ഇടയ്ക്ക് നിന്ന് റോപ്പ് നിലത്തേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിൽ 2 സൈഡിലും ഓരോ വലിയ റോപ്പ് കൊടുത്തിട്ട് അതിന് ഇടയ്ക്ക് നിന്നല്ല ഇങ്ങനെ റോപ്പ് അതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലത്തിന് വലിയ ആട്ടമില്ല. നമ്മൾ കണ്ട സ്റ്റാച്ചു അതേ ആ മലയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ തൂക്കുപാലം വഴി ഇക്കരയ്ക്ക് വന്നത്. വഴി നടന്ന് ഇതേ ഇങ്ങനെ വന്ന് നമ്മൾ ഇക്കര മലയിലെത്തി. അതെ, അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു. അപ്പം ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഉണ്ണിച്ചേട്ടാ? ഭക്തപൂർ ദർബാർ സ്ക്വയർ. ഇവിടെ പിക്കപ്പായിട്ട് കൂടുതൽ ഓടുന്ന ഈ ടൈപ്പ് വണ്ടിയാണ്. ഇതിന് രജിസ്ട്രേഷനൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ഭക്തപൂരൊക്കെ പോകുന്നില്ലേ, ഇതെല്ലാം സത്യം പറഞ്ഞാൽ സിറ്റി ഏരിയ. ഇപ്പം നമ്മൾ അവിടെ കണ്ടതൊന്നും വില്ലേജസ് എന്ന് പറയാൻ പറ്റില്ല. വില്ലേജസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മൗണ്ടൈൻ ഏരിയയിലേക്ക് ചെല്ലുന്ന മലകളുടെ ഏരിയയിലുള്ള. അപ്പം അവിടെയാണ് കൂടുതലും മണ്ണ് കൊണ്ടുള്ള വീടുകളും അങ്ങനെ ഒരുപാട് ഇവിടുത്തെക്കാളും ഭയങ്കര ഡിഫറെൻ്റാണ്. ഇവിടെ എല്ലാം നമ്മൾ പറയും ഇത് വില്ലേജാന്ന് പറയും, പക്ഷേ ഇവിടുത്തെ ടൗൺ ആയതല്ല. ഓക്കെ, ഇത് ഈസ്റ്റ് എൻട്രൻസാണ് ഭക്തപൂർ സിറ്റിയുടെ. നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോയിനി. ഇവിടുത്തെയൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ടൗണിലേക്ക് ചെല്ലുമ്പോൾ കാണാം അവിടെ എല്ലാം ഈ വുഡിൻ്റെ എന്ന് വെച്ചാൽ തടി കൊണ്ടുള്ള പണികളാണ് കൂടുതലും. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ടൗണുകളാണ്. സരസ്വതി വിദ്യാലയ. ഈ ഭക്തപൂരിൽ ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡ്. അപ്പം ഇവിടെ ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വീടുകളിലും നമുക്ക് അമ്പലങ്ങൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതുപോലെ അമ്പലങ്ങളുണ്ട് ഭക്തപൂരിൽ. അതിന് ഫേമസാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ മെയിൻ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നതും ഭക്തപൂരിലാണ്. ഇവരിവിടെ ഓരോ കാലത്തിന് പറയുന്ന മറ്റേ വിക്രമാദിത്യനില്ലേ ആ ബേസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ VS 2083 എന്നാണ് പറയുന്നത്. അതാണ് പുതിയ വർഷം. നമ്മൾ 2026 എന്നൊക്കെ പറയില്ലേ, നമ്മളവിടെ ക്രിസ്തുവർഷം എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് കലണ്ടർ അല്ലേ? അതെ, മലയാള മാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര ഒരു പ്രാധാന്യം ഇല്ലല്ലോ. കൂടാണ്ട് ഒന്നുകൂടെ ഉണ്ട്, ഇവിടെ മാക്സിമം പിന്നെ ശമ്പളം കൊടുക്കുന്നത് നേപ്പാളി മന്ത് വെച്ചിട്ടാണ്. അതുകൂടെ ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മന്ത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന പോലെ 31-ാം തീയതിക്കോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന പോലെ ഇവിടുത്തെ ആ മാസം അവസാനം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഏകദേശം ഇംഗ്ലീഷ് മാസത്തിന്റെ പകുതിയോടെ വരും. വൈശാഖ്, ജ്യേഷ്ഠ, ആഷാഢ്, ശ്രാവൺ അങ്ങനെയാണല്ലോ. പിന്നെ കൂടാണ്ട് ഇയർ എൻഡിങ്, ഈ ഫിസിക്കൽ ഇയർ എൻഡിങ് എന്ന് പറഞ്ഞാലും ഇവിടെ ഈ പിന്നെ ആഷാഢാണ്. ഈ രഥമൊക്കെ വെച്ചിട്ട് ഭയങ്കര വലിയ ഫെസ്റ്റിവലായി അടുത്ത ദിവസം വരാൻ പോകുന്ന ന്യൂ ഇയറിന്. നമ്മൾ പറഞ്ഞില്ലേ 2083. അപ്പോൾ ഈ 3-4 ദിവസം കഴിയുമ്പോൾ അതുപോലത്തെ ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിവലിന്റെ പേരാണ് ബിസ്ക്കറ്റ് യാത്ര. ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് യാത്ര.
New Year only it's called only the Bhaktapur. This district's New Year festival is called Biscuit ബിസ്ക്കറ്റ് Jatra. യാത്ര. In Kathmandu, there is a Gode Jatra. It's horse riding. ഓ Horse കോട riding. യാത്ര. And the Indra Jatra, it means the Bhagwan Indra, the god of Indra. And we specially celebrate New Year to the from the Bhaktapur. ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ മെയിനായിട്ട് ഭക്തപൂരിലാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കാഠ്മണ്ഡുവില് ഘോടജാത്ര എന്ന് പറഞ്ഞ് വേറെ ഉണ്ട്. അത് ഹോഴ്സില് ആ അതെ കുതിരയുടെ ഉണ്ട്. Kathmandu, there is no any New Year Eid festival and nothing. Starting from the Bhaktapur only. ഈ അവിടെയല്ല ഇപ്പൊ കാഠ്മണ്ഡുവിലല്ല ഇതിന്റെ ഫെസ്റ്റിവൽ ഒന്നും നടക്കുന്നത്, എല്ലാം ഭക്തപൂരിലാണ്. പിന്നെ അതുപോലെ തന്നെ All the Kathmandu peoples and Lalita peoples, they come to the here. അവിടെ നിന്നെല്ലാ ആൾക്കാർ ഇവിടെ വന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഭക്തപൂരിൽ വന്നാണ് ന്യൂ ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വെൽക്കം ടു ഭക്തപൂർ മുനിസിപ്പാലിറ്റി. ഇവിടെ നിന്നാണ് നമ്മൾ ഓൾഡ് സിറ്റിയിലോട്ടുള്ള എൻട്രൻസ്. ഇപ്പം ഭക്തപൂരിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഭക്തപൂർ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ ഇതൊരു ലിവിങ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഏരിയ ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവാരി കൾച്ചറിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറും വുഡ് കാവിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഭക്തപൂർ ഒരു ലിവിങ് മ്യൂസിയം എന്നറിയപ്പെടുന്നത്, ജീവനുള്ളൊരു മ്യൂസിയം പോലെ ഭയങ്കര ഭംഗിയുള്ള, നമുക്ക് പണ്ടുകാലം തൊട്ടുള്ള ഒരുപാട് കാഴ്ചകളും ആർക്കിടെക്ചറും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചർ. അപ്പം ഇവിടുത്തെ ഈ കാഠ്മണ്ഡു വാലിയിലെ മെയിൻ ഒരു കാസ്റ്റ് ഗ്രൂപ്പാണ് നെവാരി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരുപാട് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭക്തപൂരിലേക്ക് പോകുമ്പോൾ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻസിന് എന്ന് വെച്ചാൽ SAARC എന്ന് പറയും കൺട്രീസ്, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, മാലദ്വീപ്സ്, ശ്രീലങ്ക, പിന്നെ ചൈനീസും. അപ്പോൾ ഇതാണ് SARC എന്ന് പറഞ്ഞ കൺട്രീസ്. അപ്പോൾ ആ SARC കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, കുറച്ച് സൗത്ത് ഏഷ്യൻ അവരുടെ ഒരു കോമൺ ആയിട്ടുള്ള നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സൗത്ത് ഏഷ്യൻ ഗ്രൂപ്പാണ് ഈ SARC എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ത്യൻസിന് വരുന്നതെന്ന് പറയുന്ന 500 നേപ്പാളി റുപ്പിയാണ് എൻട്രൻസ് ഫീസ് വരുന്നത്. ഇത് ഭക്തപൂരിൻ്റെ മാപ്പാണ്. ഇത് മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങാണ്. മുനിസിപ്പാലിറ്റി ബിൽഡിങ് തന്നെ കണ്ടോ, ഇവിടുത്തെ ആ ഒരു കൾച്ചറൽ സ്റ്റൈല് തന്നെ പണിതേക്കുന്നത്. എന്ത് ഭംഗിയാ! ഇവിടുത്തെ വണ്ടികളെല്ലാം കണ്ടോ, നല്ല അടിപൊളി വണ്ടികൾ, ടൊയോട്ടയുടെ വണ്ടികളും ഏതാ കിടക്കുന്നുണ്ടോ, ചൈനീസ് വണ്ടിയാണെന്ന് തോന്നുന്നു. ബസ്, മിനി ബസ് ഉണ്ടോ, ഇതെല്ലാം പഴയ ലാൻഡ് ക്രൂയിസറുകളാണ്. ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. 4x4 അവിടെ 4 വീല് വേണം, ഇവിടെ 4 വീലേ പറ്റുള്ളൂ. ഇതൊക്കെ നെവാരി ആർക്കിടെക്ചർ സ്റ്റൈലിലാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രഡീഷണൽ വീടുകളൊക്കെ ഭയങ്കര ചെറിയ വീടുകളാണ്, പിന്നെ മണ്ണും കൊണ്ടൊക്കെ ഉള്ള വീടുകളാണ്. പിന്നെ നമ്മൾ ഈ ചുറ്റിനും കാണുന്ന ഈ കട്ടൊക്കെ ഉണ്ടാണ് ഇവിടെ പണിയുന്നത്. കോൺക്രീറ്റ് ഒക്കെ പുതിയ സ്റ്റൈലാണ്. പക്ഷെ പഴയ ഇപ്പം ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ വരുന്നതും ആ പഴയ ഇതിൽ തന്നെ പണിയണമെന്നുണ്ട്. പണ്ടത്തെ ആ ഒരു ഇവിടുത്തെ ആ ഒരു സ്റ്റൈലിൽ തന്നെ പണിയണമെന്നുണ്ട്. അപ്പം അതൊന്നും നമ്മൾ കോൺക്രീറ്റും, പിന്നെ അതുപോലെ നമ്മൾ വിൻഡോസിൽ നോക്കിയാൽ കാണാം, ഒന്നും ഈ നമ്മുടെ അടുത്ത പോലെ സ്റ്റീൽ അങ്ങനത്തെ മെറ്റീരിയലുകളൊന്നും അല്ല യൂസ് ചെയ്യുന്നത്, എല്ലാം വുഡിൻ്റെ ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി. ഭക്തപൂരിൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇപ്പം കൂടുതലും കൃഷിക്കാരായിരുന്നു, അങ്ങനെയാണ്. പിന്നെ ഈ ഭക്തപൂർ എന്ന് പറഞ്ഞപ്പം ഇന്ത്യ ആയിട്ടും ചൈന ആയിട്ടും ട്രേഡ് നടക്കുമ്പോൾ ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഭക്തപൂരാണ്. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഈ നെവാരി ഇതിൻ്റെ മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭക്തപൂരാണ്. പിന്നെ നമ്മൾ കാഠ്മണ്ഡു കണ്ടു. കാഠ്മണ്ഡുവിൽ നമ്മൾ ഇഷ്ടം പോലെ തടി കൊണ്ടുള്ള കുറേ ഇത് കാണാം. അപ്പോൾ അത് ഒരു തടിയിൽ നിർമ്മിച്ച ഒരു വീടെന്ന് പറയുന്ന ഒറ്റ തടിയിൽ നിർമ്മിക്കുന്ന, അപ്പോൾ അതുകൊണ്ടാണ് കാഠ്മണ്ഡു എന്നുള്ള പേര്. കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്ട എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മരം എന്നല്ലേ, തടി എന്ന് അർത്ഥം. അപ്പോൾ അതിൽ നിന്നാണ് കാഷ്ടമണ്ഡപം എന്നുള്ളതിൽ നിന്നാണ് കാഠ്മണ്ഡു എന്ന പേര് വന്നത്. കാഷ്ടമണ്ഡപം എന്ന് പറഞ്ഞില്ലേ, അതായത് തടി കൊണ്ട് നിർമ്മിച്ച ബിൽഡിംഗ് അവിടെ കൂടുതലും. അതിൽ ഇരുമ്പാണി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, തടിയും കൊണ്ട് തന്നെ ഫുൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഗൂർഖ കത്തിയൊക്കെ ഇരിക്കുന്നു. ഓ, ഇതിൻ്റെ പേരെന്നാ, കുക്രിയോ? ഈ കത്തിക്കൊരു പേരുണ്ടായിരുന്നു, മറന്നുപോയി. അതന്നെ ആ കത്തിക്ക് പറയുന്ന കുക്രി എന്നാ. അപ്പോൾ ഇത് 1986 ക്ഷേത്രം. 1986 എന്ന് പറയുമ്പോൾ നമ്മുടെ 1986 നേപ്പാളി വർഷം വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ 2086 അപ്പോൾ കുറച്ച് വർഷമൂടെ കഴിയുമ്പോൾ 100 വർഷമാവും. 2082 ഇപ്പോൾ. 82. അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ 2083 സ്റ്റാർട്ട് ചെയ്യും.
കുറച്ച് വർഷങ്ങളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 വർഷമാവും ഈ ടെമ്പിളിലൂടെ വന്നിട്ട്. അപ്പം ഇതാണ് നമുക്കിനി അകത്തോട്ട് ഇഷ്ടംപോലെ അമ്പലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവരുടെ ഏറ്റവും ആദ്യത്തെ ഇവിടെ എന്ത് ആഘോഷങ്ങൾ വന്നാലും ഈ ടെമ്പിളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ പൂജ ചെയ്ത് അപ്പം ഇതിൽ നമ്മുടെ ടെമ്പിളിൽ ഈ ചുമപ്പും ഗോൾഡും ഒക്കെ ഇത് കാണില്ല, ഇത് നമ്മുടെ ഈ നെവാരി കൾച്ചറിൻ്റെ ഒരു സൈനാണ്. അപ്പം ഇവരുടെ നെവാരികളാണ് ഈ ചുമപ്പും ഗോൾഡും, അതുപോലെ തന്നെ ഇവർ ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സും യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലാക്കും വൈറ്റും ഒക്കെ. അപ്പോൾ ഇതാണ് ഭക്തപൂർ ഓൾഡ് സിറ്റിയിലേക്കുള്ള എൻട്രൻസ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ കാഠ്മണ്ഡുവും ഈ കാഠ്മണ്ഡുവും ലളിത്പൂരും ഈ ഭക്തപൂരൊക്കെ ഓരോരോ രാജാക്കന്മാരുടെ നാടാണ്. അപ്പം ഇവിടെ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ആർമിക്കാരൊക്കെ നിന്നിരുന്ന എൻട്രൻസ് ഏരിയകളാണ്. ഇപ്പോഴും ഇവിടെ പാലസും കാര്യങ്ങളെല്ലാം അകത്തോട്ടിലും ഉണ്ട്. ഭയങ്കര കളർഫുള്ളാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം. ഇതിലുണ്ടോ, ഇതൊക്കെ ഓരോ കളർഫുൾ മാറ്റുകളും അതുപോലെ തന്നെ ബുദ്ധൻ്റെയൊക്കെ കുറേ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഷോളുകളൊക്കെ നമുക്കിവിടെ കിട്ടും. വോൾ ഹാങ്ങിങ്സും ഉണ്ട്, അതുപോലെ തന്നെ ഭിത്തിയിലൊക്കെ തൂക്കുന്നത്. നമുക്ക് ഫസ്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കാം, കഴിച്ചിട്ട് ബാക്കിയല്ലേ. ആ സമയം ഇപ്പം 2:45 അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബാക്കി കറങ്ങാം. ഈ ബിൽഡിംഗ് എല്ലാം അതേ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പണ്ടത്തെ വർക്കാ. അപ്പോൾ ഇതാണ് പണ്ട് രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഇവിടുത്തെ മെയിൻ വെള്ളം സോഴ്സ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ. അപ്പം ഇവിടെ നല്ല പ്യുവറായിട്ടുള്ള ഗ്രൗണ്ട് വാട്ടർ, നമ്മൾ താഴെ കിണറ്റിനൊക്കെ ഉള്ള വെള്ളം പോലെ നല്ല വെള്ളം വരുമായിരുന്നു. ഇപ്പം ഇവിടെ വീടുകളും ഇതുമെല്ലാം ആയപ്പം വെള്ളമൊന്നുമില്ല. പണ്ട് ഇത് നമ്മൾ ഫിൽറ്ററൊന്നും ചെയ്യേണ്ട നല്ല വെള്ളമായിരുന്നു. ഇതായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നായിരുന്നു പണ്ട് വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഇതൊരു സ്കൂളാണ്, സെക്കൻഡറി സ്കൂളാണ്. നല്ല രസമില്ല ബിൽഡിംഗ് കാണാൻ. സെക്രട്ടറി സെക്കൻഡറി സ്കൂൾ. ഇതൊക്കെ ഒരു 100 വർഷം പഴക്കമുള്ള പണ്ടത്തെ വീടുകളാണ്. അപ്പോൾ 2015 ആ ഭൂമികുലുക്കത്തിൽ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ആ തൂണൊക്കെ സപ്പോർട്ടിന് കൊടുത്തേക്കുന്നത്. അത് നേപ്പാളിയർ 2072. ഇത് 2067 കോളേജാണ്, പത്മ കോളേജ്, ദർബാർ സ്ക്വയർ, ഭക്തപൂർ. അവിടെ വർഷം എഴുതിയിട്ടുണ്ട് 2067 BS എന്നാണ് 2010 AD. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ, ഭക്തപൂർ മുനിസിപ്പാലിറ്റി, ശ്രീ പത്മ സെക്കൻഡറി സ്കൂൾ. ഇഷ്ടംപോലെ സ്കൂളുകളും കോളേജുകളും ഉണ്ടല്ലോ ഇതിൽ. ഇതാണ് ഭക്തപൂർ ദർബാർ സ്ക്വയർ. അപ്പോൾ ഈ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷൻ. ഇത്രയും ഭംഗിയുള്ള പോലീസ് സ്റ്റേഷൻ വേറെ എവിടെ കാണാനുണ്ടാവില്ല. ദർബാർ സ്ക്വയറിനകത്തുള്ള പോലീസ് സ്റ്റേഷനാണ്. ഈ വാതിലൊക്കെ തടിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാതിലൊക്കെ ഇവിടുത്തെ വർക്കുകളെല്ലാം കൂടുതലും തടിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം. പിന്നെ അതുപോലെ തന്നെ ടെറാക്കോട്ട, അതുപോലെ ടെറാക്കോട്ട ആർട്ടൊക്കെ ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനകത്തൊരു കുളമുണ്ട് കേട്ടോ. ഇത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് പാലസ്. അപ്പം ഇവിടുത്തെ ഈ ദർബാർ സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയർ ഇതാണ്. ഇപ്പോൾ ദർബാർ ഹാൾ എന്ന് പറയുന്ന ആ പാലസാണ്. അപ്പോൾ ഇത് ഗോൾഡൻ ഗേറ്റ് ആണ്. പണ്ട് ഒറിജിനൽ ഗോൾഡ് വെച്ചായിരുന്നു. പിന്നെ ഈ പാലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 ജനാലകളുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ അകം കാണാൻ പറ്റില്ല, പക്ഷേ അകത്ത് നിൽക്കുന്ന ഒരാൾക്ക് നല്ല സുഖമായിട്ട് വെളിയിലെ കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ആ കാണുന്നത് വലിയ ആ ബെല്ലില്ലേ, ആ ബെല്ലെന്ന് പറയുന്നത് പണ്ട് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ടൈമുകളിലൊക്കെ നമ്മൾ എല്ലാവരും അറിയിക്കാൻ വേണ്ടി ആ ബെല്ല് മുഴക്കുമായിരുന്നു. ഇതാണ് മഹാരാജാവ് ഭൂപതേന്ദ്രയുടെ ഒരു സ്റ്റാച്ചു ആയത്. മല്ല രാജവംശമാണ് ഈ ദർബാർ സ്ക്വയർ നിർമ്മിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ആ കാണുന്ന ക്ഷേത്രം ഒറ്റക്കല്ലിൽ പണിത ക്ഷേത്രം. അത് ഫുൾ കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ശില്പങ്ങളൊക്കെ. അതിൽ തടിയൊന്നുമില്ല, മൊത്തം കല്ലുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബിൽഡിംഗ് ഒക്കെ 2015 ഭൂമികുലുക്കത്തിൽ തകർന്നു പോയതായിരുന്നു. വീണ്ടും അത് പുനർനിർമ്മിച്ചതാണ്. അതുകൊണ്ട് ഇതിലെല്ലാം തടി കൊണ്ടുള്ള മനോഹരമായ ശില്പങ്ങളാണ്. അതുണ്ട്, ഇതിലൊക്കെ കൊത്തി വെച്ചേക്കുന്നതുണ്ടോ? ഇതൊക്കെ പഴയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ദർബാർ സ്ക്വയറിൻ്റെ അത് ഇഷ്ടംപോലെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം ഇതുപോലെ, ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ആർട്ടുകളും അങ്ങനെ ഇഷ്ടംപോലെ ഇതുപോലത്തെ ഷോളും അങ്ങനെ ഒരുപാട് സ്റ്റോറുകളുണ്ട് ഇവിടെ. ഇന്ന് നല്ല മനോഹരമായ പെയിൻറ്റിങ്സ് ആണെന്ന് നോക്കി. ഹിമാലയത്തിൻ്റെ പെയിൻറ്റിങ്സ് ഒരുപാടുണ്ട്. നല്ല വിലപിടിപ്പുള്ള പെയിൻറ്റിങ്സ് അതൊക്കെ. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഗോഡസ് എന്ന് വെച്ചാൽ ജീവിക്കുന്ന ദേവത, കുമാരി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഇതാണ് നെവാരി കൾച്ചറിൻ്റെ ഡ്രസ്സ്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും പറഞ്ഞല്ലേ ബിസ്ക്കറ്റ് യാത്ര, മറ്റേ രഥത്തിൻ്റെ ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതിൻ്റെ ഒരു പിക്ചർ. അത് ഈ ഫെസ്റ്റിവലാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്, ന്യൂ ഇയറിന്.
ഇവിടെ മിക്ക കഫേയിലും റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മളൊരു റൂഫ് ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ താലിയെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ വെജ് താലിയും മട്ടൻ താലിയും ചിക്കൻ താലിയും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേ ചോറിനകത്ത് ഇവർ നെയ്യ് ഒഴിക്കുന്നുണ്ടെന്ന്. ഞാൻ നെയ്യ് വേണ്ടെന്ന് പറഞ്ഞു. നമ്മളിവിടെ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇത്തിരി സമയമെടുത്തു. പക്ഷെ കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ആ സമയത്ത്. മട്ടൻ കറി ഉണ്ട്, ഡാലിൻ്റെ കറി ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച പോലെ. പിന്നെ ഇത് വെജിറ്റബിൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത്. പിന്നെ ഇത് ചീരയില ജസ്റ്റ് പുഴുങ്ങിച്ച് അത് ഹാഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് കൂണ്, പിന്നെ ചെറിയൊരു ചട്നി, പിന്നെ ഇത് ഉരുളക്കിഴങ്ങും, പിന്നെ ഇത് അതുപോലെ തന്നെ ഇതെന്താ പപ്പടം, പാവയ്ക്ക വറുത്തത്. എന്നാൽ പിന്നെ കഴിച്ചേക്കാം. തൈരുണ്ട്, പിന്നെ ദാലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഏതായാലും വെയിറ്റ് ചെയ്തിരുന്നാലും നല്ല ഫുഡാണ് കിട്ടിയത്. അപ്പം നമുക്ക് പോയേക്കാം. അപ്പോൾ ഇവിടാണ് നേപ്പാളീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടാണ് മറ്റേ രഥയാത്രയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഭൈരവൻ്റെ അമ്പലം. ഭഗവാൻ ശിവൻ്റെ ഉഗ്രമൂർത്തിഭാവമാണ് ഭൈരവൻ. ഇവിടാണ് ബിസ്ക്കറ്റ് ജാത്ര നടക്കുന്നത്. ദേ ആ ബിസ്ക്കറ്റ് ജാത്രയ്ക്കുള്ള രഥമാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിൻ്റെ ആക്സിലാന്ന് പറയാം. അതിൻ്റെ 2 സൈഡിലും അല്ലേ വെയിലിടുന്നേ. പഴയ രഥം ഇവിടെ ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ട് പുതിയ പണി അതിൻ്റെ എല്ലാ വർഷവും പുതിയ രഥം പണി. ഓരോ വർഷം ഓരോ രഥം. ഇതിൻ്റെ വീലൊക്കെ പഴയതാണല്ലോ, പഴയ വീല അവിടെ അഴിച്ചു വെച്ചേക്കുന്നത്. അല്ല, വേറെ പുതിയ വീൽ അപ്പുറത്ത് പണിയുന്നുണ്ട്. അതിൽ കയറിടുന്നുണ്ടോ? എന്നാ വലിയ കയറൊന്നും. അതെ, എന്നാ വേണമെന്ന് നോക്കിയാൽ ഇതുണ്ടല്ലോ, ഇത് ഒറ്റത്തടിയുള്ള വലിയ മരത്തില്ലേ, അതില് പണിയുന്ന ഒരൊറ്റ തടിയാ അത്. ഒരു ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴാണ് ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നത്. പക്ഷെ നമ്മുടെ സമയം വളരെ നേരത്തെ ആയിപ്പോയി. നമ്മൾ കുറച്ചുകൂടെ താമസിച്ച് എഴുതായിരുന്നെങ്കിൽ ഈ ബിസ്ക്കറ്റ് ജാത്രയൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇത് പഗോഡയുടെ മോഡലിലുള്ള ഒരു ക്ഷേത്രം. ഇതിന് 5 നിലകളുണ്ട്. ഇവിടെ ഈ ബിസ്ക്കറ്റ് ജാത്രയിൽ സിന്ദൂരമൊക്കെ ഇവർ കുറേ തന്നെ ഭയങ്കര സെലിബ്രേഷനാണ് ഇവിടെ. ഇവിടുത്തെ മെയിൻ സെലിബ്രേഷനാണ് ബിസ്ക്കറ്റ് ജാത്ര. ഇതിൻ്റെ പടികളെല്ലാം നല്ല കുത്തനെയുള്ള പടികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ. അപ്പോൾ അതെ, രഥം ഉണ്ടാക്കാനുള്ള ആക്സിലും ഒരു വീല് കയറ്റിയിട്ടു ഇവിടെ കൊണ്ട് വെച്ചു. ഇനി ഒരു വീല് അവിടെ പുതിയതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഇവിടുന്ന്. ഇവർ ഈ രഥമായിട്ടുണ്ടല്ലോ, ഈ ഭക്തപൂർ സിറ്റി മൊത്തം ഇവർ ഈ രഥമായിട്ട് കറങ്ങും. ഭയങ്കര പരിപാടിയാണ്. കുറേ ദിവസങ്ങളുണ്ട് ഇവിടെ. രഥം വലിച്ചോണ്ട് പോയത്. പിന്നെ വലിക്കുകയും പിന്നെ ഈ ഇവിടെ തന്നെ ടൗണിൻ്റെ ഇപ്പോൾ പറഞ്ഞില്ലേ തലഭാഗവും ഇവർ പറയുന്ന മോൾ ഭാഗവും താഴ്ഭാഗവും എന്നല്ലേ പറയുന്നത്, മറ്റേ ഈസ്റ്റ് വെസ്റ്റ് ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ 2 സൈഡിലുള്ളവർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാടൻവലിയും ഉണ്ട്. ഇതുണ്ട്, ഇതെല്ലാം ഹീലിംഗ് ബൗളുകളാണ്. പല വലുപ്പത്തിലുള്ള ഹീലിംഗ് ബൗളുകളുണ്ട്. ഇതിനകത്തെല്ലാം അതിൻ്റെ വലുപ്പം അനുസരിച്ച് അതിൻ്റെ സൗണ്ടും വ്യത്യാസം വരും. ഓം എന്നുള്ളൊരു സൗണ്ടായിരുന്നു. സൗണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കേൾക്കാൻ? ആ സൗണ്ട് എത്ര നേരം നിൽക്കുന്നേ. പല സൗണ്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബൗളിന് പല പേരുകളുണ്ട്. ഹിമാലയൻ ബൗൾ എന്ന് പറയും, ഹീലിംഗ് ബൗൾ എന്ന് പറയും, സിംഗിങ് ബൗൾ, അങ്ങനെ പല പല പേരുകളുണ്ട്. അപ്പോൾ ഇവരിത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബാലൻസും കണക്ഷനും ആ ഒരു ഇതിനു വേണ്ടി ഇവരിത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം കേട്ടില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ ഉള്ള സൗണ്ട് എന്ന് പറയുന്നത് നമ്മളതുപോലെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഓം തന്നെ വരുന്നത്, ഓം എന്ന് പറഞ്ഞ സൗണ്ട് തന്നെ വരുന്നത്. അപ്പം അതുപോലെ തന്നെ അത് റിങ് ചെയ്യുമ്പം അത് കുറച്ചുകൂടെ കൂടിയ സൗണ്ടിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അതിങ്ങനെ കേട്ട് പോകും. അപ്പം ഇത് നമ്മൾ കൂടുതലും എന്താ പറയുക, നമ്മൾ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല പീസ്ഫുള്ളായിട്ട് നല്ല മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഇതെല്ലാം മ്യൂസിക്കൽ ഐറ്റംസാണ്, എല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ്. അപ്പുറത്തോട്ട് ആ കാണുന്നതൊക്കെ തടിയുടെ വുഡ് കാർവ് ചെയ്ത് കൊത്തുപണികളൊക്കെ ചെയ്തുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം നല്ല കളർഫുള്ളാണ്. അതെ, ഇവിടെ ആർട്ടിന് ഭയങ്കര ഫേമസാണ്. ഈ പണികളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇത് മോമോസ് കടയാ. വലിയ ചെമ്പിലാണ് മോമോസ് ഉണ്ടാക്കുന്നത്. ഓ അതെന്താ എന്തേലും മോമോസ് എന്നൊക്കെ. ഇവിടെ മോമോസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതുണ്ടോ, ചെമ്പിൻ്റെ ഓടിൻ്റെയൊക്കെ നല്ല പാത്രങ്ങളിരിക്കുന്നത്, കുടവും ചെരുവവും ബൗളും ഒക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കാണത്തില്ലേ പാത്രം, അല്ല കൈ കഴുകാനായിട്ട്. ഈ കടകളിലെന്ന് വെച്ചാൽ നമ്മൾ മരണാനന്തരം
കർമ്മങ്ങൾ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇവിടെ മാക്സിമം ഉള്ളത്. ഇത് കൂടാണ്ട് നമ്മുടെ ഇപ്പോൾ ഈ ഇരിക്കാനുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യ അല്ലെ ഭർത്താവ് അല്ലെങ്കിൽ ആരാണോ അവർ 13 ദിവസം ഇങ്ങനെ പ്രത്യേക മുറിയിൽ ഇരിക്കണമെന്നൊക്കെ സിസ്റ്റമുള്ള നമ്മുടെ ഇതിലുള്ളതാണ്. അങ്ങനെ അവരുടെ പിന്നെ അതിന് പൂജാകർമ്മങ്ങൾക്കും അതിനൊക്കെ വേണ്ടിയുള്ള വസ്തുക്കളാണ് ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് എല്ലാം. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് കർമ്മം ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ മക്കളായിരിക്കില്ല കർമ്മം ചെയ്യുന്നത്, അവർ ഈ ചെരുപ്പേ ധരിക്കാൻ പാടില്ല ഈ 13 ദിവസം. അതുപോലെ അതാ ഇരിപ്പിടം, അത് ആ സമയത്ത് ഇരിക്കാൻ ഉപയോഗിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പിടം അത്. അതൊക്കെ ഡോറിൻ്റെ ഹാൻഡില്, ലോക്ക്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യുന്ന കൂട്ടത്തില്ലേ, ഓരോ ഡിസൈനുകളുണ്ടോ. ഇതൊക്കെ മേടിച്ചോണ്ട് വേണം നമുക്ക് കാരനെ വെക്കാം കേട്ടോ. ഇതും പുരി ജഗന്നാഥ് ക്ഷേത്രത്തിൻ്റെ മോഡലുള്ള അമ്പലം. അപ്പം ഈ നമ്മുടെ ഈ ദർബാർ സ്ക്വയറിൻ്റെ ചുറ്റും ഭക്തപൂരിലെ ശിവൻ്റെ അമ്പലങ്ങളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഈ ഏരിയയിലേക്ക് പണ്ട് രാജഭരണമായിരുന്ന സമയത്ത് ഇവിടെ എല്ലാം ഭടന്മാർ നിൽക്കുമായിരുന്നു. രാജാവിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള നിൽക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ആ കാണുന്നതൊക്കെ അതുപോലെ തന്നെ ഭടന്മാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലവും ആർമി ഓഫീസേഴ്സിൻ്റെ സ്ഥലങ്ങളായിരുന്നത്. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ പാലസ്. അപ്പം നമ്മളിപ്പം നിൽക്കുന്ന വേറൊരു ഗേറ്റിൻ്റെ ഭാഗത്ത്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ കയറിയില്ല, എൻട്രി ചെയ്തത് ഈ പാലസിൻ്റെ മുൻവശത്തായിരുന്നു. നമ്മൾ ഇതിലെ ഇത്തിരി മുമ്പ് അങ്ങോട്ട് പോയത്, അതുവഴി ചെന്ന് ഫുള്ള് കറങ്ങി നമ്മൾ ഇപ്പുറത്തെ സൈഡ് വന്നു. ഈ കാണുന്ന എല്ലാം കണ്ടോ, വുഡ് കൊണ്ടുള്ള, തടി കൊണ്ടുള്ള ജനാലകളാണ്. നമ്മളിവിടെ എവിടെ നോക്കിയാലും ഈ പാലസിൻ്റെ എല്ലാം വാതിലുകളെല്ലാം കുഞ്ഞതാണ്, ഒരു 3 അടി 4 അടി ഹൈറ്റേ ഉള്ളൂ ഈ പാലസിൻ്റെ വാതിലുകൾക്കെല്ലാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ ഗസ്റ്റുകൾ വരുവാണെങ്കിൽ അവർ കയറുമ്പം തല കുനിച്ച് വേണം അകത്തോട്ട് കയറാൻ. എന്ന് പറയുന്ന ഒരു റെസ്പെക്റ്റിൻ്റെ ഒരു സിമ്പിളാണ്, നമ്മൾ വീടിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടാണ് അത് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഭക്തപൂരിലുള്ള ഇവിടുത്തെ ലോക്കൽ ആൾക്കാരില്ല, അവരിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കും. അല്ല, കാരണന്മാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അതെ. പിന്നെ ഇവിടെ ഒരു ആർട്ട് മ്യൂസിയം ഉണ്ട്. അപ്പോൾ ആർട്ട് മ്യൂസിയം ഇപ്പം ക്ലോസ് ആയി. നാളെ നമുക്ക് ബാക്കിയുള്ള കാഠ്മണ്ഡുവിലേക്ക് ടൗണിലേക്ക് ചെല്ലുമ്പോൾ आर्ट म्यूजियम നമുക്ക് ഇഷ്ടംപോലെ കാണാം. ये दुई आयो चार आयो, सबै पल्ट्यो नि, सबै यस्तो ഇത് ലുഡോ ഒക്കെ കളിക്കുന്ന പോലെ ഒരു കളിയാന്ന് തോന്നുന്നു. അവര് നല്ല ഫോമിലിരുന്ന് കളിക്കാറുള്ള. ഭക്തപൂർ നഗരപാലിക മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങാണ്. മുമ്പേ നമ്മൾ കണ്ട, അതിൻ്റെ ഒരു സൈഡേ മുമ്പേ കണ്ടുള്ളായിരുന്നു. ഇത് നമ്മൾ മുമ്പേ കണ്ട വണ്ടിയാണ്. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ആ പുറയുന്ന കണ്ടപ്പോൾ അത് ഹുണ്ടായുടെ ഒരു എംബ്ലം പോലെ ഇരുന്നു. ഇത് ഹിഗർ എന്ന് പറഞ്ഞ വണ്ടിയാണ്, ഇത് ചൈനീസ് വണ്ടിയാണ്. അപ്പം ഇനി നമുക്ക് നേരെ വണ്ടിയുടെ അടുത്ത് പോകണം. വണ്ടിയുടെ അടുത്ത് പോയിട്ട് വണ്ടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇത് ഫോർഡ് റേഞ്ചറായി കയറി പോകുന്നത്. നേപ്പാളിൽ ചൈനീസ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നല്ല ലുക്കാട്ടോ, നല്ല ലുക്കാ. അല്ല, നമ്മുടെ ടാറ്റയുടെ വണ്ടികൾ, എന്നാലും ടാറ്റയുടെ വണ്ടികളാണ് കൂടുതലും. ടൊയോട്ടയുടെ റഷ് ഇതൊന്നും നമ്മുടെ അവിടെ ഇറങ്ങിയിട്ടില്ലേ. വണ്ടിയിൽ നമുക്ക് കുറച്ച് കുത്തിരിയൊക്കെ എടുത്തോണ്ട് പോവാം, കഞ്ഞി വെക്കാൻ. അതെ, നമുക്ക് മാത്രമല്ല, നമുക്ക് കുറച്ച് ഉണ്ണിച്ചേട്ടനും പിന്നെ അനുവിനും ഒക്കെ കൊടുക്കാം. ഇവര് കുത്തിരി കഴിച്ചിട്ട് കുറച്ച് നാളായി. അല്ല, ഈ പ്രാവശ്യം പിന്നെ അത് തന്നെയല്ല, നമ്മൾ വന്നിട്ട് ഒത്തിരി കഞ്ഞിയൊന്നും വെച്ചില്ലല്ലോ. 10-15 കിലോ അരി മേടിച്ചോണ്ട് വന്നല്ലേ? 5 കിലോ പോലും എടുത്തില്ല. അപ്പോൾ നമ്മുടെ കൃഷ്ണനെ വണ്ടിയിലൊന്ന് കയറണം, ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. എല്ലാ വീഡിയോയും കാണുന്ന കേട്ടോ. കാശ്മീരിന് എത്ര പ്രാവശ്യം പോയെന്ന് പറയും ഇപ്പൊ പറഞ്ഞു. അതെ, അത് തന്നെയല്ല, ആദ്യമേ കൃഷ്ണൻ ആ വീഡിയോ കാണാൻ തുടങ്ങി, അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിച്ചേട്ടൻ വീഡിയോ കാണാൻ തുടങ്ങി. ഇതുണ്ടോ, ഹൈലക്സ് പോലെ തന്നെ ഒരു വണ്ടി, ചൈനീസ് വണ്ടിയാ, റിഡാര. ഇത് EV ആണ്, 4 വീലുമാണ്, ഹൈലക്സ് പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഭക്തപൂരിലെ കറക്കമൊക്കെ കഴിഞ്ഞു. വേഗലും ഉണ്ണിച്ചേട്ടനും കൃഷ്ണനും, എനിക്ക് കണ്ണൻ എപ്പോഴും വായി വരുന്ന, എനിക്ക് കൂടെ ഉണ്ടായിരുന്നു ഇന്ന്. ഒരിക്കലും നല്ല അടിപൊളിയായിരുന്നല്ലേ ഇന്ന്? കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു കറക്കമായിരുന്നു. അതെ. പിന്നെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിമാമനെയാണ്. അപ്പോൾ നമ്മുടെ വിക്രം വീട്ടിലേക്ക് പോവാണ്. അപ്പം പുള്ളി നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കൽമലെങ്കിൽ അപ്പം ഇവിടെ നല്ല തണുപ്പാണ്, എനിക്ക് തണുക്കാനൊക്കെ നേരത്തെ തന്നെ തുടങ്ങി. അതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ പതുക്കെ എടുത്തിട്ട്, ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു 16 ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ താഴും. അപ്പോൾ കാഠ്മണ്ഡുവിലെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.